For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. RSS പുറത്തിറക്കിയ ജീവിതശൈലി പെരുമാറ്റച്ചട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണെന്ന് പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. പൗരന്റെ മൗലികാവകാശത്തിൽ കൈകടത്താനും RSSന്റെ തീവ്ര വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് സമൂഹത്തെ മാറ്റിയെടുക്കാനുമുള്ള ശ്രമം ഗുരുതരമായ പൗരാവകാശ ലംഘനമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഹിന്ദുത്വ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം ചേർത്തില്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാകും. പശുസംരക്ഷണത്തിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വിഷയത്തിലും ഇടപെടാൻ സന്നദ്ധത കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജന്മദിനാഘോഷത്തിന് മെഴുകുതിരി കത്തിക്കരുത്, മാംസാഹാരം ഉപേക്ഷിക്കണം, വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ സാരിയും പുരുഷന്മാർ കുർത്തയും പൈജാമയും ധരിക്കണം, TV കാണരുത്, പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് പറയരുത് മുതലായ നിർദ്ദേശങ്ങളുമായി RSS പ്രവർത്തകർ വീടു കയറുന്നു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളിൽ മൂല്യബോധം ഉണ്ടാക്കാനാണ് ഈ പെരുമാറ്റച്ചട്ടവുമായി വീടുകളിലേക്ക് ഇറങ്ങുന്നതെന്നാണ് RSSന്റെ അവകാശവാദം. വാസ്തവത്തിൽ മനുസ്മൃതിയിലെ മൂല്യങ്ങൾ കുടുംബങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഹിന്ദു ജീവിതശൈലി അടിച്ചേൽപ്പിക്കാനുള്ള കുടുംബ പ്രബോധനം കേന്ദ്രഭരണത്തിന്റെ സഹായത്തോടെയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം ചേർത്തില്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാകുമെന്നും പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. മുതിർന്ന സ്വയം സേവകരും വനിതാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം വീടുകൾ തോറും കയറിയിറങ്ങി സസ്യാഹാരത്തിന്റെ ഗുണഫലങ്ങളും ഭാരതീയ വസ്ത്രധാരണ രീതിയുടെ മേന്മയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതായി ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു കുടുംബ പ്രബോധനം എന്ന് പേരിട്ട ഗൃഹസമ്പർക്ക പരിപാടിക്ക് RSS തുടക്കം കുറിച്ചത്. പൗരന്മാരിൽ സംസ്കാരവും മൂല്യബോധവും ഉറപ്പിക്കാനുള്ള ആശയപ്രചരണമാണ് ലക്ഷ്യമിടുന്നതെന്നായിരുന്നു RSS വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. RSSന്റെ അവകാശവാദത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.